മുസ്ലിങ്ങളുടെ പേരിൽ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് തോന്നിയാസ കമന്റ് ഒക്കെ ഇട്ടിട്ട് പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുക, കലാപം ഉണ്ടാക്കുക. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ ഐ ലവ് മുഹമ്മദ് എഴുതി സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവസാനം പോലീസ് ആൾക്കാരെ കണ്ടെത്തി. 4 തീവ്ര ഹിന്ദുത്വവാദികൾ അറസ്റ്റിൽ. നാട്ടുകാരെ, നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. പാകിസ്ഥാന്റെ കൊടി സ്വന്തമായിട്ട് സർക്കാരിന്റെ ബിൽഡിങ്ങിൽ കൊണ്ടുപോയി ഉയർത്തിയിട്ട് ഇത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് പറയുക. പശുവിനെ കൊന്നിട്ട് മുസ്ലിങ്ങളെ പ്രതിയാക്കൽ. ഒരു പ്രത്യേക തരം രാജ്യസ്നേഹം, ദൈവസ്നേഹം ഒക്കെയാണ് ഇവർക്ക്. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. ഈ വാർത്ത കേൾക്കുമ്പോ ചിരിക്കണോ, കരയണോ, വിഷമം വേണോ, ദേഷ്യം വേണോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. എന്ത് ചെയ്യാനാണ്? ഇവന്മാരെ കൊണ്ട് എന്തൊരു ശല്യമാണ്, എന്തൊരു നാടിന് നാശമാണെന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ട്, ഇപ്പൊ ഉറപ്പായി. അതായത് ഹിന്ദു ക്ഷേത്രത്തിൽ പോയി ഐ ലവ് മുഹമ്മദ് എന്നെഴുതി. അതിന് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്ത് അതിൽ പല ആൾക്കാരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. കർണിസേന അടക്കമുള്ള ഈ ഹിന്ദുത്വ തീവ്രവാദ സംഘടനകൾ. ഒരു പ്രത്യേക ജീവിതല്ലേ. അവസാനം പോലീസിന് സംശയം തോന്നി. കാര്യം മുഹമ്മദിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് എഴുതിയിരിക്കുന്നത്. സ്പെല്ലിംഗ് തെറ്റായിട്ട് പല കാര്യങ്ങളും എഴുതി. കാര്യം ഇവർക്കൊന്നും അടിസ്ഥാന വിദ്യാഭ്യാസമില്ല. ഈ നല്ല സ്കൂളിൽ പോകാത്തതിന്റെ കുഴപ്പമാണ്. അതായത് പോലീസ് കൂടുതൽ അന്വേഷണത്തിൽ CCTVയും ശാസ്ത്രീയമായ അന്വേഷണത്തിന് ശേഷം എന്ത് പറ്റി? അവസാനം ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ് അമ്പലത്തിൽ ഐ ലവ് മുഹമ്മദ് എന്നും അതും തെറ്റായ സ്പെല്ലിംഗിൽ എഴുതി അവസാനം അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓർക്കുക, യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിലാണ് ഈ സംഭവം. മുതലാളിയാകെ മൂഡ് ഓഫിലാ. ആദ്യമായിട്ടൊരു സ്റ്റാഫ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റണ്ടേ. എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പേര് ആകാശ് സരസ്വത്, ദിലീപ് ശർമ്മ, അഭിഷേക് ശർമ്മ, ഷിസാന്ത് സിംഗ്. ഇവരാണ് ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം എന്നാരും പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. ഐ ലവ് മുഹമ്മദ് ഓഫ് സെവറൽ ടെമ്പിൾസ്, അതായത് ഒരുപാട് അമ്പലങ്ങളുടെ മതിലുകളിൽ പോയി ഐ ലവ് മുഹമ്മദ്, ഐ ലവ് മുഹമ്മദ് എന്ന് അവർ എഴുതിയിട്ടു. അതിന്റെ ഫലമാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒന്നല്ല, 1000 ഉണ്ട് നമ്മുടെ ഇല്ലങ്ങളിൽ. അവസാനം പോലീസുകാർ കണ്ടെത്തി ഇത് മുസ്ലിങ്ങളെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ആദ്യം 4 മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പേരും പറഞ്ഞ് ഭയക്കൊണ്ടാക്കി മുതലെടുക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല. അവിടത്തെ സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് SSP നീരജ് കുമാർ ജദൂൻ ഹിന്ദുവാണ്. ഓർക്കുക, പോലീസുകാരുടെ മതം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ കള്ള തീവ്ര ഹിന്ദുത്വവാദികളെ ഒതുക്കുന്നതും നല്ല ഹിന്ദുക്കളാണ് എന്ന് സൂചിപ്പിക്കാനാണ്. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ.